സർ, ശ്രീ അനിൽ ബോസ് കൂടി ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ അനിൽ ബോസ്, കടന്നാക്രമിക്കുകയാണ് ബി ജെ പിയെ, എൻ ഡി എ, കോൺഗ്രസിന്റെ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. 4-ാം തീയതി കഴിഞ്ഞാൽ അമിത്ഷായ്ക്കും മോദിക്കും പണിയുണ്ടാവില്ല, തൊഴിൽ രഹിതരാകുമെന്ന് പറയുന്നു. കാറ്റുമാറി വീശുന്നുവെന്ന് ലാലു പ്രസാദ് യാദവും മമതാ ബാനർജിയും പറയുന്നു. അവസാന ഘട്ടത്തിൽ ഇത്രയധികം ആത്മവിശ്വാസം എവിടുന്നാണ് അനിൽ ബോസ്? അവസാന ഘട്ടത്തിൽ ആത്മവിശ്വാസമാണ് എന്നുള്ളത് ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ വിലയിരുത്തലാണ്. ഇത് തുടക്കത്തിൽ ഞങ്ങൾ ഇറങ്ങുന്ന മാർച്ച് മാസം 22-ാം തീയതി മുതൽ ഇങ്ങോട്ട് താങ്കളോട് തന്നെ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത്തവണ ഗതി മാറും. ഈ ഗതി മാറുമെന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. ഇവിടെ കോൺഗ്രസ് നേതാക്കൾ ആസൂത്രണം ചെയ്തിട്ടോ ഇന്ത്യ സഖ്യം ആസൂത്രണം ചെയ്തിട്ടോ അല്ല. കഴിഞ്ഞ 10 വർഷക്കാലം നാട്യങ്ങൾ കൊണ്ട് നാടിനെ നയിച്ച ഭരണാധികാരികൾ സാധാരണ ജനങ്ങളുടെ അരച്ചാൻ വയറിന്റെ പ്രശ്നം മറന്നു. രഞ്ജിത്ത്, അതാണ് പ്രശ്നം. ഞങ്ങള് UP-യിൽ പലയിടങ്ങളിലും പോയി. ഞാൻ ഇപ്പോഴുമുള്ളത് ഡൽഹിയിലാണ്. നാളെ UP-യിൽ വാരണാസിയിൽ പോവുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഹരിയാനയിലും പഞ്ചാബിലും അടക്കം തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലും അടക്കം വിവിധ ഇടങ്ങളിൽ നമ്മൾ യാത്ര ചെയ്തു. ഈ യാത്ര ചെയ്ത് കാണുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പാർട്ടിക്കാരോടല്ല ഞാൻ പറയുന്നത്, സാധാരണക്കാരുണ്ട്. റിക്ഷ വലിക്കുന്നവർ, തട്ടുകട നടത്തുന്നവർ, വഴിയോരങ്ങളിൽ നിൽക്കുന്ന, പാടത്ത് പണിയെടുക്കുന്ന, പൊരിവെയിലിൽ നിൽക്കുകയാണ്. 47, 48, 49 ഡിഗ്രി ചൂടിൽ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് രാഹുൽ ഗാന്ധിയോടുള്ളൊരു ഇഷ്ടമുണ്ട്. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു വളരെ കൃത്യമായി ശരിയുടെ പക്ഷം. പിന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വിലക്കയറ്റം, വേറെ ഒന്നുമല്ല. അവർക്ക് കോടാനുകോടി കള്ളപ്പണം കൊണ്ടുവരുന്നതും കൊടുക്കുന്നതും ഒക്കെ ഉള്ള പ്രഖ്യാപനങ്ങളോ, അല്ലെങ്കിൽ കന്യാകുമാരി പോയി താമസിക്കുന്നതോ, ഹിമാലയത്തിൽ പോയി താമസിക്കുന്നതോ, ഏതെങ്കിലും രാജ്യത്തെ, ഇതൊന്നും ജനങ്ങളുടെ പ്രശ്നമല്ലെന്ന്. അവന് പട്ടിണിയാണ്, അവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളാണ്, തൊഴിലില്ലായ്മ. അപ്പൊ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ ഗൗരവതരമായി ജനങ്ങൾ ചിന്തിക്കുന്നു. ഇവിടെ നിങ്ങൾ പറഞ്ഞത്, ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ കേട്ടത് RSSുമായി ബന്ധപ്പെട്ട വിഷയം വളരെ കൃത്യമായ നമുക്ക് കാണാൻ കഴിയും. പലയിടങ്ങളിലും RSSന്റെ അഭാവം, RSSനെ അവഗണിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ സേവനം വേണ്ട എന്ന് പറയാൻ കഴിയുന്ന മറ്റൊരു ധാർഷ്ട്യം. അപ്പൊ ഈ അധികാരം തലയ്ക്ക് പിടിച്ചിട്ട് ഒരു ഉന്മാദാവസ്ഥയിലാണ് ഭരണകൂടം. അപ്പൊ ഇവർ പറയുന്നതാണ്, ഇവർ 1-2 ആളുകൾ പറയുന്നതാണ്. അതാണ് വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ടത്. ഇവിടെ ഒരു മാൽ പ്രാക്ടീസ് നടക്കാത്ത സാഹചര്യത്തിൽ സ്വതന്ത്രമായി, ശതമാനമൊക്കെ കുറഞ്ഞിട്ടുണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ വളരെ കൃത്യമായി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മുടെ അനുകൂലികളല്ലെന്ന് കോൺഗ്രസോ ഇന്ത്യ സഖ്യത്തിലെ 28 പാർട്ടികളോ അല്ലാത്ത ആളുകളടക്കം നമുക്ക് വോട്ട് ചെയ്യും. അല്ലെങ്കിൽ ഒരു രീതിയിലും നമ്മളോട് രാഷ്ട്രീയമായി യോജിക്കാൻ പാടില്ലെങ്കിൽ നിങ്ങൾ കേരളം മാത്രം എടുത്തു നോക്കിക്കോ. കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ ഒന്നിച്ചാണെങ്കിൽ പോലും കേരളത്തിൽ നമ്മൾ LDFനെതിരായ പോരാട്ടമാണ്. അവിടെ നിങ്ങൾ എടുത്തു നോക്കൂ, പല ബൂത്തുകളും എടുത്തു നോക്കുമ്പോൾ 10 മുതൽ 20 വരെ CPMന് കാലാകാലങ്ങളിൽ വോട്ട് ചെയ്യുന്ന ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല പോളിംഗിൽ. അത് പലയിടങ്ങളിലും വ്യക്തമാണ്, പലയിടങ്ങളിലും നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ലളിതമായ കണക്ക് പറഞ്ഞാൽ, എപ്പോഴും നമ്മൾ പറയുന്നതാണ് കണക്ക്, നിലവിൽ 116 സീറ്റാണ് ഇന്ത്യ സഖ്യത്തിന് നിലവിലുള്ളത്. അതിൽ സഖ്യകക്ഷികളും കോൺഗ്രസും കൂടി, കോൺഗ്രസ് മാത്രം, ഞങ്ങളുടെ ടാർഗറ്റ് മിനിമം 137ആണ്. അതിലെത്തുമോ എന്നറിയില്ല. അതിന് എത്താൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും 52-ൽ നിന്ന് 137-ൽ എത്തുന്ന വർധന എത്തിയാലും എത്തിയില്ലെങ്കിലും മിനിമം ഞങ്ങൾ 60 സീറ്റ് വിവിധ സംസ്ഥാനങ്ങളിലായിട്ട്, പ്രത്യേകിച്ച് മധ്യപ്രദേശ്, രാജസ്ഥാൻ, തെലങ്കാന, കർണാടക, മഹാരാഷ്ട്ര, ഹരിയാന കൊണ്ട് തന്നെ ഞങ്ങൾ വളരെ വ്യക്തമായി ഞങ്ങൾക്ക് 60 സീറ്റ് കടക്കാൻ കഴിയും. 60 സീറ്റ് കടക്കുമ്പോൾ ഞങ്ങൾ ആദ്യ റൗണ്ട് വിജയത്തിലെത്തുകയാണ്. 303 BJPയുടെ ഭൂരിപക്ഷം, ഒറ്റ പാർട്ടി എന്ന ഭൂരിപക്ഷം ഞങ്ങൾ തകർക്കുകയാണ്. അപ്പൊ തന്നെ പിന്നെ സഖ്യകക്ഷികൾ RJD ഉണ്ട്, നാഷണൽ കോൺഫറൻസ് ഉണ്ട്, PDP ഉണ്ട്, തൃണമൂൽ കോൺഗ്രസ് ഉണ്ട്, സമാജ്വാദി പാർട്ടി ഉണ്ട്, NCP ഉണ്ട്, ശിവസേനയുണ്ട്. ഇവിടെ എല്ലാം DMK അടക്കമുള്ള ഓരോ പാർട്ടിക്കും അതാത് സംസ്ഥാനത്ത് കൃത്യമായ സംഘടനാ സംവിധാനമുണ്ട്. BJPയുടെ കേഡറുകളെക്കാൾ അതിജീവിക്കാൻ കഴിയുന്ന സംവിധാനമുണ്ട്. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കേഡറൊന്നുമല്ല, കോൺഗ്രസിൽ നിന്നായിരിക്കുമോ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവുക, അതോ മറ്റു എന്നത് അല്ല ഞങ്ങളുടെ അജണ്ട. കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കോൺഗ്രസുകാരനും ഈ രാജ്യത്തെ പൊതുസമൂഹവും ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്നാണ്. ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെ അടുത്തറിയാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹം അത്തരം ഒരു ആഗ്രഹം മനസ്സിൽ വെച്ച് സൂക്ഷിക്കുന്നതെന്ന് എനിക്ക് ഒരു
ഘട്ടത്തിലും ബോധ്യപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് ഭാരത് ജോഡോ യാത്രാ വേളയിൽ അദ്ദേഹത്തോട് ഇന്ററാക്ഷന് സമയം കിട്ടിയപ്പോൾ ഞാൻ ഇതിനെ സംബന്ധിച്ച് ചോദിച്ചതാണ്. അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് ആകാത്തതിന്റെ, അദ്ദേഹത്തിന് ഇന്ത്യൻ പ്രസിഡന്റ് ആകാമായിരുന്നല്ലോ, UPA രണ്ടാം സമയം പ്രധാനമന്ത്രിയാകേണ്ട ഒരു ക്യാബിനറ്റ് മന്ത്രിയാകാമായിരുന്നല്ലോ. അപ്പൊ അതൊന്നും അദ്ദേഹത്തെ ഭ്രമിപ്പിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ ബോധ്യപ്പെടാൻ 150 ദിവസം കൂടെ നടന്ന് രാജ്യത്ത് 4050 കിലോമീറ്റർ നടന്നപ്പോൾ 5 മാസം നടന്നപ്പോൾ ബോധ്യപ്പെട്ട ഒരാളാണ് ഞാൻ. ആ ബോധ്യപ്പെടലിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് അദ്ദേഹത്തെ ഇതൊന്നും ഭ്രമിപ്പിക്കുന്നില്ല. അദ്ദേഹം ഉയർത്തുന്ന രാഷ്ട്രീയം ശരിയുടെ രാഷ്ട്രീയമാണ്. എന്നാൽ ഒരുപക്ഷെ ഇപ്പൊ ഏതൊരു കോൺഗ്രസ്സുകാരനും രാഹുൽ ഗാന്ധി ആകണം, ഇനി രാഹുൽ ഗാന്ധി ആകുന്നില്ല എങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ആകണം, അല്ലെങ്കിൽ മറ്റൊരാൾ വരണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ ഞാൻ ഉറപ്പായി പറയാൻ ആഗ്രഹിക്കുന്നു, അതിനപ്പുറമുള്ള ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നു. ഒരു സർപ്രൈസ് പ്രൈം മിനിസ്റ്റർ ഉണ്ടാവും. തീർച്ചയായും തിരിച്ചു വരാം.